വനിതാ സംവരണ ബില്ലിൽ ചർച്ചയ്ക്ക് ശേഷം ലോക്സഭയിൽ വോട്ടെടുപ്പ് നടത്തും. ശക്തമായ പ്രതിഷേധമാണ് ലോക്സഭയിൽ നടന്നത്. രാജ്യവിരുദ്ധ നീക്കം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റിവരയ്ക്കാൻ ശ്രമമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ബിജെപിയുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ സ്ത്രീകളെ മറയാക്കുന്നു, പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. The first truth is that this is not a women's bill. This is nothing to do with the empowerment of women. There is a women's bill. It was passed in 2023 in this house itself. And my friends and teachers in the BJP said that it will be implemented in 10 years' time. That is the women's bill. This is an attempt to change the electoral map of India, using and hiding behind India's women. And actually it is a shameful act. Because instead of giving them women's reservation, which is very easy to do, and every single opposition person will support it right now, bring that old bill back right now, and we will help you pass it for implementation from this second. Now, ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, വനിതാ സംവരണ ബില്ലിലെ ചർച്ചയ്ക്ക് ശേഷം ഇനിയിപ്പോൾ വോട്ടെടുപ്പ് വേണം. വോട്ടെടുപ്പ് 4 മണിക്ക് എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ അത് നീണ്ടുപോവുകയാണ് അല്ലേ? ലോക്സഭയിൽ വനിതാ സംവരണ ബില്ലിന്മേലുള്ള ചർച്ച നീണ്ടുപോവുകയാണ്. 4 മണിയായിരുന്നു വോട്ടെടുപ്പിനുള്ള സമയം നിശ്ചയിച്ചതെങ്കിലും എല്ലാ അംഗങ്ങൾക്കും, അതായത് കക്ഷി നേതാക്കൾക്കും സമയം കൃത്യമായി നൽകിക്കൊണ്ട് സംസാരിക്കാൻ അനുവദിക്കുമെന്ന നിലപാട് സ്പീക്കർ സ്വീകരിച്ചിരുന്നു. നിലവിൽ ചർച്ച പുരോഗമിക്കുകയാണ്. ചർച്ചയ്ക്കൊടുവിൽ വോട്ടെടുപ്പ് നടക്കും. നിലവിലെ സ്ഥിതിയിൽ കേവല ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുത്തുന്നതിന് പാസ്സാക്കുന്നതിന് വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2/3 ഭൂരിപക്ഷമാണ് ബില്ല് പാസ്സാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്. അതിൽ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്ന ആഹ്വാനം ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ കുറിപ്പിലൂടെ നൽകിയിട്ടുണ്ട്. ഇത് രാജ്യം പാർലമെന്റിലേക്ക് ഉറ്റുനോക്കുകയാണ്. വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയെടുക്കണം എന്നാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. എന്നാൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുകയാണ്. അല്പസമയങ്ങൾക്ക് മുൻപ് ലോക്സഭയിൽ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിലവിലെ ഈ നീക്കം രാജ്യവിരുദ്ധമാണെന്നും രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിവരയ്ക്കാനാണ് BJP ശ്രമിക്കുന്നത് എന്ന രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർത്തിയിട്ടുണ്ട്. BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ സ്ത്രീകളെ മറയാക്കുകയാണ്. അതിൽ BJP മിടുക്കന്മാരാണ് എന്ന കാര്യം കൂടി രാഹുൽ പറഞ്ഞു വെക്കുന്നു. പ്രതിപക്ഷത്തിന്റെ നിലപാട് നിലവിലെ അവസ്ഥയിൽ, അതായത് മണ്ഡല പുനർനിർണയം നടത്താതെ തന്നെ വനിതാ സംവരണം നടപ്പിലാക്കട്ടെ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. എന്നാൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് നിലവിൽ മണ്ഡല പുനർനിർണയത്തിന്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്തി 33% വനിതാ സംവരണം ഉറപ്പാക്കും. ഒപ്പം നിലവിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ച ചില വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി തന്നെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയത് ഒരു സംസ്ഥാനത്തിനും പ്രാതിനിധ്യം നഷ്ടപ്പെടില്ല, ഒരു സംസ്ഥാനത്തിനും ദോഷം വരുന്ന രീതിയിലാകില്ല മണ്ഡല പുനർനിർണയം. നിലവിലുള്ള രീതിയിലുള്ള പ്രാതിനിധ്യം എല്ലാ സംസ്ഥാനങ്ങൾക്കും ലോക്സഭയിൽ ഉണ്ടാകും എന്ന കാര്യമാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഏതായാലും ചരിത്ര പ്രാധാന്യമുള്ള ബില്ലാണ് ഇപ്പോൾ ലോക്സഭയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വോട്ടെടുപ്പിൽ ലോക്സഭ കടക്കുമോ വനിതാ സംവരണ ബിൽ എന്നാണ് നോക്കിക്കാണേണ്ടത്. ലോക്സഭയിൽ പാസ്സാവുകയാണെങ്കിൽ മാത്രമായിരിക്കും രാജ്യസഭ ബില്ല് പരിഗണിക്കുക. മായ.